നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു നൈപ്പാൾ എന്നാണ്. നൈപ്പാൾ ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ള നൈപ്പാൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്ക്ലൂസീവ്ലി പടക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എറീനയാണ്. അതായത് എക്സ്ക്ലൂസീവ് ക്രാക്കർ സ്റ്റോഴ്സ് എറീന എന്നാണ് ഈ പ്രദേശത്തിനെ അറിയപ്പെടുന്നത്. ആക്ച്വലി ഒരുപാട് നിങ്ങൾ ആ കാണുന്ന ആ എറീന മൊത്തം ഒരുപാട് ഏരിയ ഫുൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ക്രാക്കേഴ്സാണ്. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പടക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഫ്രം വളരെ ചെറിയ മീൻസ് വിലക്കുള്ള പടക്കം മുതൽ നല്ല ഹൈ എൻഡ് വെറൈറ്റി ഓഫ് പടക്കം വരെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇവിടുന്നൊക്കെ ഇത്തരത്തിലുള്ള പടക്കമൊക്കെയാണ് നമ്മളുടെ ഇവിടുന്നൊക്കെ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആദർശ് പടക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പടക്കങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ലക്ഷ്മി ദേവിയുടെ പടക്കമുള്ള പടക്കമാണ്. ലക്ഷ്മി ബോംബ് എന്നാണ് അതിൻ്റെ പേര്. എജാതി പേര്. ഈ പേരൊക്കെ നാട്ടിൽ കലാപമാണ്ട പേരുകളൊക്കെയാണ്. പടക്കത്തിന്റെ പേര് കേട്ടോ, ലക്ഷ്മി ബോംബ്. ദിസ് ഈസ് ലക്ഷ്മി ബോംബ്. ഇതിനെയാണ് ലക്ഷ്മി ബോംബ് എന്നറിയപ്പെടുന്നത്. പണ്ട് മറ്റേ എം എഫ് ഹുസൈനെ നാട് കടത്തിയത് ഇതുപോലൊരു പടം വരച്ചതിന്റെ പേരിലാണ്. സോ ഇവിടെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു സാധനത്തിന് 20 രൂപ എന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മുടെ അടുത്ത് ഇതിനെക്കാട്ടി വില കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പാക്കറ്റിനാണോ 20 എന്ന് അറിയത്തില്ല. ഇവരുടെ ഭാഷ നമുക്ക് അങ്ങോട്ട് പിടുത്തല്ലോ. ഒഡിയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി പടക്കങ്ങളാണ്. ഓക്കെ ദെൻ ലക്ഷ്മി ബോംബ് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഓം ശ്രീറാം എന്ന് പറയുന്ന മറ്റൊരു പടക്ക ഷോപ്പ്. ഇവിടെ എല്ലാം വെറൈറ്റി ഓഫ് പടക്കങ്ങൾ തന്നെയാണ്. ദെൻ ഈ ഒരു ഷോപ്പിലേക്ക് നോക്കുമ്പോഴും വെറൈറ്റി ഫ്ലവർ പോട്ട്സ് പടക്കം. ഇതിൻ്റെയൊക്കെ നേച്ചർ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഇവിടെ നിങ്ങളിത് കണ്ടോ? നമ്മുടെ ഈ നാട്ടിൽ നിന്നുള്ളതാണ്ട് ഇതുപോലെ 5 രൂപയ്ക്കും 10 രൂപയ്ക്ക് കിട്ടുന്ന തോക്കുകളൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഇപ്പം ഇവിടെ നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ല. ഇവിടെ ദീപാവലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ദീപാവലി സ്റ്റാർട്ട് ചെയ്യാൻ മറ്റന്നാൾ 24-ാം തീയതിക്ക് എന്ന് വെച്ചാൽ ഡേ ആഫ്റ്റർ ടുമാറോ എന്നാണ് പറയുന്നത്. അപ്പം നാളത്തെ മറ്റന്നാളാണല്ലോ. അപ്പം അന്നാണ് ദീപാവലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അപ്പോഴത്തേക്ക് ഇവിടെ ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പം വളരെ നേരത്തെയാണ് സ്റ്റോറുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെയുള്ള സ്റ്റോറുകളുടെ ഒരു സ്ഥിതി ഇതാണ്. എല്ലായിടത്തും ഒരു സിമിലർ കോണ്ടന്റ് ഓഫ് പടക്കങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആളുകളെല്ലാം വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. അപ്പം ഓരോ ഷോപ്പിലേക്ക് പോകുമ്പോഴും നമ്മൾ വേറെ ടൈപ്പ് ഓഫ് പടക്കങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഓരോ ഷോപ്പിലും പോയി സൂം ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പടക്കങ്ങളാണ്. നോക്കും ഓരോ ഷോപ്പിലും ഓരോ ടൈപ്പ് ഓഫ് പടക്കമുണ്ട്. അത് വളരെ വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ പുള്ളികൾ ഈ പടക്കം ഉണ്ടാക്കിയിട്ടാണ് വിൽക്കുന്നത്. അത് ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആക്ച്വലി നമ്മളങ്ങനെ കാണാറില്ലല്ലോ നമ്മുടെ കൺമുന്നിൽ വെച്ച് പടക്കം ഉണ്ടാക്കി വിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കുറച്ച് പടക്കമൊക്കെ പുള്ളി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പിന്നെ പിള്ളേരെല്ലാം മറ്റേ PUBG പോലെയുള്ള സർവൈവൽ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഷോപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ സൈഡിൽ കുറച്ച് വെറൈറ്റി ഗൺസ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗണ്ണാണ് ഉള്ളത്. പിന്നെ നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് പടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരുടെ പടക്കം നമുക്ക് പിന്നെ പോയി നോക്കാം. ഈ ഒരു ഷോപ്പിൻ്റെ പേരൊന്നും അറിയില്ല. മീൻസ് ഈ ഷോപ്പ് കാ നാം ക്യാ ഹൈ ഭയ്യ? ബാപ്പു ക്രാക്കർ ഷോപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ മറ്റുള്ളവർക്ക് കണ്ടതിനെക്കാട്ടിൽ കുറച്ചുകൂടി വെറൈറ്റി പടക്കങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു താജ്മഹലിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള പടക്കമുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പടക്കങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പം ഞാൻ ഇവിടെ ഈ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും തിക്കായിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് പടക്കങ്ങളുള്ളത് ഈ ബാപ്പു എന്ന് പറയുന്ന സ്റ്റോറാണ്. ഇപ്പം നമ്മൾക്കിനി വേറെ കുറച്ച് സ്റ്റോറുകളും നോക്കാനുണ്ട്. നോക്കിയിട്ട് വരാം. നോക്കട്ടെ. ഇവിടെയും കൊള്ളാം കേട്ടോ. നമ്മളിപ്പോൾ ഈ എക്സ്ക്ലൂസീവ് വെറൈറ്റി കോണ്ടന്റ് തിക്നെസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഓരോ എടുത്ത് പോകുമ്പോൾ ഓരോരുത്തർക്ക് കൂടുതൽ തിക്നെസ് വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് 3000 പൊട്ടുന്ന പടക്കം എന്നൊക്കെയാണ് പറയുന്നത്. മീൻസ് അതിനകത്ത് 3000 ചെറിയ പടക്കങ്ങളുണ്ട്, 2000 പടക്കങ്ങൾ. പിന്നെ എന്നാലും ചില പടക്കങ്ങളുടെ പേരൊക്കെ കേട്ടാൽ ചിരി വരും. എജാതി പേരൊക്കെ പടക്കത്തിനിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പടക്കത്തിനകത്ത് നമ്മുടെ ഭൂമിക ചൗളയുടെയും സൽമാൻ ഖാനെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവന്മാർ സിനിമാ നടിമാരുടെ ഫോട്ടോയ്ക്ക് പടക്കത്തിൻ്റെ പേര് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. ആക്ച്വലി ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞ കുറേ പടങ്ങൾ. പിന്നെ കുറേ റെസ്ലേഴ്സിൻ്റെ ഉണ്ട്. പിന്നെ സ്റ്റാർ വാർ, സൺ 8. കൊള്ളാം. ഇവിടെ വെറൈറ്റി കുറച്ച് പേരുകളുണ്ട്. റോയൽ
ഓക്കെ. ഇവിടെ എല്ലായിടത്തും ഏകദേശം പടക്കങ്ങളൊക്കെ സിമിലർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ വെറൈറ്റിക്ക് ഗൂഗിൾ പേ ഉണ്ട്, ബാക്കിയുള്ളിടത്ത് നമ്മൾ ഗൂഗിൾ പേ കാണുന്നില്ല. ഓക്കെ, അവർ പടക്കം വാങ്ങിപ്പിക്കാൻ നിൽക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ വീണേനെ അതുകൊണ്ട് ഇവിടെയും അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്നെ കണ്ടിട്ടൊന്നും തോന്നല്ലേ, കാര്യം എന്ന് വെച്ചാൽ ഇത് സെറ്റായി വരുന്നല്ലേ ഉള്ളൂ. പടക്കങ്ങളുടെ ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ തന്നെ നിൽക്കുന്നത്. ഇപ്പം കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമാറോ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഈ ക്രാക്കർ ഷോസും കാര്യങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്ക് മാത്രം സെറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവർ ജസ്റ്റ് സാമ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ കുറേ ദിവസമുണ്ട് ദിവാലി. അപ്പോൾ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ്. ഇന്ന് ടെറാക്കോട്ട ഫെസ്റ്റിവൽ എൻഡ് ചെയ്യുന്ന ദിവസമാണെന്നാണ് പറഞ്ഞത്. ഈ ടെറാക്കോട്ട ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ മറ്റേ കളിമൺ ചിരട്ടയ്ക്കകത്ത് ദീപം വെച്ച് കത്തിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഈ ടെറാക്കോട്ട ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ടെറാക്കോട്ട ഫെസ്റ്റിവൽ അവസാനിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ക്രാക്കേഴ്സിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ മിക്ക കടകൾക്ക് ഇപ്പം ഇവന്മാരുടെ എക്സ്ക്ലൂസീവ് ഒറിയ ഭാഷയിലാണ് പേരിട്ടിരിക്കുന്നത്. സോ നമുക്ക് പേരുകളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങ് കടയിലോട്ട് അങ്ങോട്ട് കയറി എക്സ്പ്ലോർ ചെയ്യാത്തതിൻ്റെ കാര്യം അറിയാമല്ലോ. എല്ലാവർക്കും ഏകദേശം സിമിലർ എമൗണ്ട് ഓഫ് പടക്കങ്ങൾ തന്നെയാണ് കാണുന്നത്. ഈ പ്രൈസും ആക്ച്വലി സിമിലർ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു കടകളുടെ ഒരു വ്യാപ്തി കാണിക്കുക എന്നുള്ളതാണ്, മീൻസ് നമ്പർ ഓഫ് കടകൾ കാണിക്കുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കണ്ടോ, ഇവിടെ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് പടക്കങ്ങൾ. പിന്നെ ഓരോ കടയിലേക്ക് ചെല്ലുമ്പോഴും എന്തെങ്കിലും ഒരു വെറൈറ്റി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് എടുത്ത് നമ്മുടെ നാട്ടിലെ പൂത്തിരിയോ മത്താപ്പൂത്തിരിയോ ആ സാധനമൊക്കെ കൊള്ളാം. കമ്പാരിറ്റീവ്ലിയുടെ വില കൂടുതലാണോ കുറവാണോ എന്നറിയില്ല. നമ്മുടെ അടുത്തുള്ള പടക്കങ്ങളൊക്കെ ഇവർ 20 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ പടക്കമൊന്നും വാങ്ങിക്കാറില്ല, അതുകൊണ്ട് ചിലപ്പോൾ അറിയാത്തതായിരിക്കും. ഒരുപക്ഷെ 20 രൂപ കുറവായിരിക്കാനും സാധ്യതയുണ്ട്. സോ നമ്മളിവിടുത്തെ റേറ്റിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും പറയുന്നില്ല. നാട്ടിൽ പടക്കങ്ങളെ ഡീൽ ചെയ്തുള്ള പരിചയം നമുക്കില്ലാത്തതുകൊണ്ട് സോ ഈ പ്രൈസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ഇവിടെയും ഓൺലൈൻ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, ഈ ഓൺലൈൻ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ താണ്ടാ മക്കളെ AK-47 ഉണ്ട്. ആക്ച്വലി ഇവിടെ നമ്മളൊരു ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന പടക്കക്കടകൾ മുഴുവൻ തീർന്നു. ഇതാണ്ടേ നബാർഡ്, അറിയാം, നിങ്ങളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ ആസ്ഥാനം ഇവിടെ ആയിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. പണ്ടെപ്പോഴെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഏതായാലും പടക്കക്കടയാണ്ട് ആരും വലിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവന്മാരവിടെ നമ്മുടെ സിഗരറ്റിൻ്റെ റേറ്റ് പടക്കത്തിൻ്റെ റേറ്റൊക്കെ ചോദിക്കുകയാണെന്ന് തോന്നുന്നു. വാങ്ങിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. പിള്ളേർ കട്ട ആക്റ്റീവാണ്. സോ അവന്മാർ വാങ്ങിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വേണമെങ്കിൽ അവന്മാർ സിമിലർ ഫയർ മറ്റേ പടക്കം പൊട്ടിക്കാന്ന് പറയും. മീൻസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പിള്ളേരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹെവി പിള്ളേരാണ്. അപ്പം എനിക്ക് വേണ്ട ഫുഡ് മീൻസ് ഞാൻ ചുമ്മാതെ എനിക്ക് ഇവിടുത്തെ സ്പൈസി ഫുഡ് ഇഷ്ടമല്ല. അപ്പോൾ സ്പൈസിനെസ് കുറച്ചിട്ട് ഇവന്മാർ ഫുഡ് ഉണ്ടാക്കി തന്നു. കിടിലം കേരള ഫുഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കിയത് 2 പ്യുവർ ഒഡീസികളാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒറിയ എന്നുള്ള ആളുകൾ നല്ല ആളുകളാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ ട്രെയിനകത്തുള്ള ആളുകൾ മൊത്തം ഈ പാൻ മസാല ആണെങ്കിലും നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഇവന്മാർ പിന്നെ പാൻ മസാല ഒന്നുമില്ല, നല്ല ഗ്രേറ്റ് ആണ്. ഇവർ രണ്ടും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 2 പിള്ളേരാണ്. സോ 2 ആളും MBA കംപ്ലീറ്റ് ചെയ്തു. ഒരാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ, ഒരാൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പം 2 ആളും വർക്കിംഗ് പേഴ്സൺസ് ആണ്. സോ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹെൽപ്ഫുള്ളുമാണ്. കറണ്ട് പോയി, ഇരുട്ടായി. ഇവിടെ ഇവന്മാർ പടക്കത്തിന് നല്ല വിലയാണ്. 550 രൂപയ്ക്ക് പടക്കത്തിനാണെന്ന് പറയുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല. ഇവന്മാരത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാധനത്തിനൊക്കെ 550. എനിക്ക് കണ്ടിട്ട് കണ്ണ് തള്ളുന്നു. 550 ആണോ 55 ആണോന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ എന്തായാലും ഇവന്മാർ വാങ്ങിച്ചിട്ടില്ല. ഇവന്മാർ പിന്നെ ചെറിയ പടക്കങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വില ഒന്നും പറയാൻ നമുക്ക് മനസ്സിലാവത്തില്ല.